സൃഷ്ടിയുടെ ഇടയിലുണ്ടായ അത്ഭുതാവഹമായ അവതാരം വരാഹാവതാരം. സ്വയംഭൂമനുമാണ് ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പകർത്ത സമയത്ത് ഉണ്ടായ പുരുഷൻ. അത് തന്നെ രണ്ടാക്കിയതുകൊണ്ട് ഒന്നിൽ സ്ത്രീയും. കുപ്പായം ഊരിക്കറയണ പോലെ ഗീതയിൽ പറഞ്ഞത് ഭാഗവതത്തിലെ കഥയായിട്ട് കാണിച്ചു തരിക. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സയ്യാതി നവാനി ദേഹി. പിന്നെ അല്ല, ശരീരം എത്ര 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 മാറ്റിയെടുക്കണു, അതുപോലെ തന്നെയല്ലേ ഉള്ളൂ. ഡ്രസ്സ് മാറലും എത്ര തവണ നമ്മൾ ചെയ്യണം? ഒരു ദിവസം തന്നെ. ഇതുപോലെ കാലാകാലമായിട്ട് പൈ, ഈച്ച, പൂച്ച, പുലി, ചുണ്ടന്, ഞണ്ടു, പച്ചപ്പയ്യെന്നു തൊട്ട് പലമാതിരിയായ ജന്മം മെല്ലെ കഴിഞ്ഞ് ആണ് നമുക്ക് മനുഷ്യ ശരീരം കിട്ടണത് എന്ന വല്ല ബോധ്യവും നമുക്കുണ്ടോ? ഭാഗവത കഥകൾ പറയുന്ന രീതി നോക്കിയാൽ നമ്മളെ ഉത്ബോധിപ്പിക്കുക ചെയ്യണത്. അത്ര എളുപ്പമല്ല. നിർലോഭമാദ്യം നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണധാരം മയ അനുകൂലേന നഭസ്വതേരിതം. ഓർമ്മ വെച്ചോളൂ, അത്ര എളുപ്പം കിട്ടുന്നതല്ല ഈ മനുഷ്യ ശരീരം. ഭഗവാന്റെ അനുകൂലക്കാറ്റുണ്ടാവുമ്പോൾ മാത്രം കോടാനകോടി ജീവജാലങ്ങൾക്കിടയിൽ 7.5 കോടി ജന്മം എടുത്തു ഞാൻ മനുഷ്യനാവണേന് മുമ്പേ എന്ന് ബോധ്യമുണ്ടോ? അന്നാ മനുഷ്യജന്മം വേണമെന്ന് മോഹമുണ്ടോ? എന്നാൽ അനുകൂലക്കാറ്റ് ഗുരുവായൂരപ്പൻ്റെ വക ഭഗവതി അംഗീകരിക്കും. എന്നാലേ കിട്ടൂ. അത്ര സുദുർലഭമാണ് ശരീരം. അതാണ് നമ്മൾ കിട്ടിയിട്ട് കിടന്ന് ഞെളിയണത്, അഹങ്കരിക്കണത്. എവിടെ മനുഷ്യന് അഹങ്കരിക്കാൻ അവകാശം? ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെ ഓർത്ത് അത്ഭുതപ്പെടുക എന്നല്ലാതെ അഹങ്കരിക്കാൻ അവകാശമില്ല. നെവർ ഒരിക്കലും. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാനാണിത് പറയണത് എന്നർത്ഥം. പലതരം സൃഷ്ടികൾ നടത്തി. അതിലിതാ മനുഷ്യ ശരീരം, അത് സ്ത്രീയും പുരുഷനുമായി. കുപ്പായങ്ങൾ 2 കഷ്ണം ഉണ്ടായിരുന്നത് രണ്ടും സ്ത്രീയും പുരുഷനുമായപ്പോൾ അവരോട് കല്യാണം കഴിച്ചോളാൻ ബ്രഹ്മാവ് പറഞ്ഞു. അതാണ് ആദ്യത്തെ മനുഷ്യനും മനുഷ്യ സ്ത്രീയും. അവരെ ധാരാളം പ്രജകൾക്ക്, മനുഷ്യർക്ക് ജന്മം നൽകി. അതാരൊക്കെയാ? ആദ്യം സ്വയംഭൂമനുവിൻ്റെ ആകൂതിർ ദേവഹൂതിച്ച പ്രസൂതി 3 പെൺകുട്ടികൾ, പ്രിയവ്രത ഉത്താനപാദവും 2 ഏട്ടന്മാർ. ഈ പെൺകുട്ടികൾക്ക് അങ്ങനെ 5 പേരാണ് ഉണ്ടായത്. അതിലിതാ പറയണു, ദേവഹൂതിയെ വിവാഹം ചെയ്തു കർദമ പ്രജാപതി. ബ്രഹ്മാവിൻ്റെ മക്കളിൽ അനവധി ഛായാ കർദമോ ജജ്ഞേ. നിഴലിൽ നിന്നുണ്ടായതാണ് കർദമൻ. ഉത്സംഗാ നാരദോ ജജ്ഞേ. ദക്ഷോ അങ്കുഷ്ഠാൽ പ്രാണാദ്വസിഷ്ഠ. ഓരോരുത്തരും ബ്രഹ്മാവിൻ്റെ ഏതേത് അവയവങ്ങളിൽ നിന്നാണ് ഉണ്ടായതെന്ന് പ്രത്യേകം ഫോട്ടോ എടുത്ത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് ചുരുക്കം. മടിയിൽ നിന്ന് എഴുന്നേറ്റ നാരദൻ, ഇതാ ദക്ഷപ്രജാപതി. അങ്ങനെ ഓരോരുത്തരുടെയും കഥകൾ ഈ സന്ദർഭം വരുമ്പോൾ നമുക്ക് അനുസ്മരിക്കാം. ഇപ്പോൾ ആ സന്ദർഭത്തിൽ ഭൂമി പരിപാലിക്കൂ മാനവരോടുകൂടെ, അതാണ് നിൻ്റെ ജോലി എന്ന് മകനോട് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ഭൂമി കാണാനില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഭൂമി കാണാനില്ലേ? ഇല്ല. ബ്രഹ്മാവ് മാറത്ത് കൈവച്ച് ഗുരുവായൂരപ്പനെ ഒരു വിളി പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ആ വിളി ഭഗവാന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് വിളി കേട്ട ഭഗവാന്റെ അവതാരവും നടന്നു. മൂക്കിൽ നിന്ന് ഒരു തള്ളവിരലിൻ്റെ വലിപ്പത്തിലൊരു ജന്തു പുറത്തേക്ക് വന്നു. അപ്പോൾ ഒരു വണ്ടിൻ്റെ വലിപ്പം. അത് നോക്കുമ്പോൾ 4 കാലും കൂർത്തൊരു മൂക്കും. അപ്പം എന്തായി? ഒരു പന്നിക്കുട്ടിയോ എന്ന് തോന്നി. അപ്പോഴേക്കും അങ്ങോട്ട് വലുതായി. ആനക്കുട്ടിയോ, പോത്തും കുട്ടിയോ, മലയോ, പിന്നെ എത്രയാന്ന് നിശ്ചയില്ല. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി. ശങ്കര സഹസ്രനാമത്തിൽ പറയണ പോലെ
മഹാവരാഹമായിട്ട് പൊങ്ങി അവിടുന്ന് വെള്ളത്തിലേക്ക് താണു. വെള്ളത്തിൽ സാക്ഷാൽ ഹിരണ്യാക്ഷൻ ചവിട്ടിപ്പിടിച്ചിരുന്ന ആ ഭൂമിയെ ഭഗവാൻ തേറ്റയുടെ അറ്റം കൊണ്ട് പൊക്കിക്കൊണ്ടുവന്നു. ഭഗവാന്റെ വലിപ്പവും ഭൂമിയുടെ വലിപ്പവും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ മൂക്കത്തിരിക്കുന്ന ഒരു നാരങ്ങയുടെ വലിപ്പം പോലും ഭൂമിക്കില്ല. അപ്പോൾ ഭഗവാൻ എത്ര വലിപ്പമുണ്ടാവുന്ന നമ്മൾ ഊഹിച്ചോളാം. മഹർഷിമാർ സ്തുതിച്ചു. മണ്ണിൽ മാന്തി വെള്ളത്തിൽ തേറ്റ താത്തി ആ ഭൂമിയെ അവിടെ ഉറപ്പിച്ചു നിർത്തി. ഇനി ഏതെങ്കിലും ഒരു അസുരം വന്ന് മുക്കാൻ ശ്രമിച്ചാലും മുങ്ങരുത്. അപ്പോൾ വാട്ടർ പോളോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, വെള്ളത്തിലെ പന്ത് പോലെ ഭൂമിയെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന്. വെള്ളത്തിലെ ഭൂമിയോ ഭൂമിയിൽ വെള്ളമോ എന്ന് നമ്മൾ ആകെ അമ്പരക്കണ്ട. ഭാഗവതം പറയുക, മഹർഷിമാർ സ്തുതിച്ചപ്പോൾ ഈ മൃഗങ്ങൾ വെള്ളമായാൽ കാലൊക്കെ കവച്ചു നിന്നിട്ട് ഒരു കുടയൽ കുടയും, അതുപോലെ തീർത്ഥം തെളിച്ചു. എന്താ ശരീരത്തിലൊക്കെ ദർഭപ്പുല്ല, അപ്പോൾ ദർഭപ്പുല്ലുകൊണ്ട് തീർത്ഥം തെളിച്ചു, പുണ്യാഹം തെളിച്ചു. അത് മഹർഷിമാർ സ്തുതിച്ചപ്പോൾ പറയുകയും ചെയ്തു, സദാശിഖോദ്ധൂത ശിവാംബുബിന്ദുഭി വിമൃത്യമാനാ ഭൃശമീശപാവിദാഹ ഭൃശമീശപാവിദാഹ. ഓം പുണ്യാഹം ഭവന്തോ ബ്രുവന്തു, ഓം പുണ്യാഹം ഭവന്തോ ബ്രുവന്തു, ഓം പുണ്യാഹം ഭവന്തോ ബ്രുവന്തു. പുണ്യാഹം 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 എന്ന് പറഞ്ഞ മഹർഷിമാർ സ്തുതിച്ചു. ഭൂമിയെ ഇളകാതെ വെച്ച് ഭഗവാൻ സ്തുതി കേട്ട് അപ്രത്യക്ഷനായി. എന്താ വരാഹാവതാരം കേട്ടില്ലേ? മൈത്രേയനോട് വിതുരൻ പറഞ്ഞു, കേട്ടു. അതുകൊണ്ട് ഇവിടുത്തോട് ചോദിക്കാൻ ഒരവസരമായി. എന്താ അത്? വരാഹാവതാരം ചുരുങ്ങിപ്പോയി. അതൊന്ന് വിസ്തരിച്ച് പറയണം. അവിടുത്തെ നേർക്ക് യുദ്ധത്തിന് വന്നു ഒരസുരൻ എന്നും, ആ അസുരനെ തല്ലിക്കൊന്നിട്ടാണ് അവിടുന്ന് പോയതെന്നും ഇവിടുന്ന് പറഞ്ഞു. അസുരനാണ് ഭൂമി താത്തിയതെന്ന്. അതേതാ അസുരൻ? അങ്ങനെ ഒരു അസുരണ്ടായ കാര്യം സൃഷ്ടിയുടെ ഇടയിലൊന്നും ഇവിടുന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കണം. ശരി, എന്നാ വിസ്തരിച്ച് ആരാ അസുരൻ എന്ന് പറയാൻ വേണ്ടി സാക്ഷാൽ ജൈവജയന്മാർ വൈകുണ്ഠത്തുനിന്ന് സനകാദികളുടെ ശാപം കൊണ്ട് അസുരന്മാരായി ദിതിയുടെ മക്കളായി വന്ന കഥയാണ് ഇനി പറയാൻ പോണത്.